ഗുഡ് ഈവനിങ് എവറി വൺ. ആദ്യം തന്നെ ക്ലാസ് ലേറ്റ് ആയതിനും കൂടെ സോറി പറയാണ്. ചെറിയൊരു എക്സാമിനുള്ളതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെ ഇരുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും ആയതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാനുള്ള ടോപ്പിക്ക് കുറച്ച് ടോപ്പിക്കുകളുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് മസിൽ ഫാറ്റിഗ്. ഫാറ്റിഗ് എന്ന് പറഞ്ഞ ടേമിന് അർത്ഥം ക്ഷീണിക്കുക എന്നുള്ളതാണ്. ടയേർഡ് ആവുക, ക്ഷീണിക്കുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണ് മസിൽ ക്ഷീണിക്കുക, മസിലിന് എപ്പോഴാണ് ക്ഷീണം വരിക, എപ്പോഴാണ് ഫാറ്റിഗ് ആവുക എന്നുള്ളത് നോക്കാം നമുക്ക്. നമ്മൾ സ്ഥിരം കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അല്ലേ. വെൻ വി എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രീനസ് എക്സസൈസ്, ഭയങ്കര കാഠിന്യമുള്ളതും എന്നാലും നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ക്ഷീണം വരാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇഫ് സഫിഷ്യൻറ്റ് ഓക്സിജൻ ഈസ് നോട്ട് അവൈലബിൾ, ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ്സ് ഇൻ ദി മസിൽ ത്രൂ അനഎറോബിക് റെസ്പിറേഷൻ. നമ്മൾ പഠിച്ചില്ലേ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ? എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, അനഎറോബിക് റെസ്പിറേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഓക്സിജൻ്റെ കൃത്യമായിട്ട് കിട്ടേണ്ട ഓക്സിജൻ്റെ അഭാവത്തിൽ അത് സംഭവിക്കുന്നുണ്ട്, അനഎറോബിക് റെസ്പിറേഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ലാക്റ്റിക് ആസിഡ് എന്ന്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബ്ലഡിന് അത്രയും ഓക്സിജൻ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഇരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മസിലിലേക്ക് ഓക്സിജൻ വരാനുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യും? അവിടെ അനഎറോബിക് റെസ്പിറേഷൻ നടന്നിട്ട് ലാക്റ്റിക് ആസിഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ആസിഡാണല്ലേ, ആസിഡാണ്. ദിസ് ഇൻക്രീസസ് അസിഡിറ്റി ഇൻ ദ മസിൽസ് which in turn slows down the action of many enzymes associated with the മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ മസിൽ കൺട്രാക്ഷന് ബന്ധപ്പെട്ട ഒരുപാട് എൻസൈമുകളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആ സമയത്ത് അസിഡിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ മസിൽ കൺട്രാക്ഷൻ, നമുക്കറിയാം മസിൽ കൺട്രാക്ഷൻ നടക്കണം, പഠിക്കേണ്ടത്. മസിൽ കൺട്രാക്ഷൻ നടക്കാൻ സഹായിക്കുന്ന ഒരുപാട് എൻസൈമുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് മസിൽസ് ഗെറ്റ് എക്സോസ്റ്റഡ് ആൻഡ് ടെമ്പററി ലോസ് ദെയർ പവർ ഓഫ് കൺട്രാക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മസിൽസൊക്കെ എക്സോസ്റ്റഡ് ആകും, അല്ല ആകെ ക്ഷീണിച്ച് നമ്മൾ പറയില്ലേ, ആകെ ക്ഷീണിച്ച് എക്സോസ്റ്റഡ് ആയി പറയില്ലേ. ഇപ്പോൾ ഞാനൊക്കെ ഒരു അവസ്ഥയിലാണ്, കാരണം എക്സാം കഴിഞ്ഞ് ആകെ ഒരു എക്സോസ്റ്റഡ് ഫീലിങ്ങിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെ ടെമ്പററി ലോസ് ദെയർ പവർ ഓഫ് കൺട്രാക്ഷൻ, താൽക്കാലികമായിട്ട് അവരുടെ കൺട്രാക്ഷനുള്ള കഴിവ് അവിടെ കുറയുന്നുണ്ട്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മസിൽ ഫാറ്റിക്. ഈ ഒരു കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് മസിൽ ഫാറ്റിക്. ഇനി നമുക്കത് എങ്ങനെ മാറ്റാൻ പറ്റും അല്ലേ? ഓൺ ടേക്കിംഗ് റെസ്റ്റ് the lactic acid is dispelled from the muscles and they regain their capacity for contraction. കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാക്റ്റിക് ആസിഡ് ഡിസ്പെൽ ചെയ്യും, ഇല്ലാണ്ടായി പോകുന്നത് അല്ലേ. അന്നേരം എന്ത് ചെയ്യും? നമുക്ക് മസിൽ കൺട്രാക്ഷനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക്കലി മസിൽ ഫാറ്റിക്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെയിനസ് വർക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരികയും ആ സമയത്ത് അവിടെ അനൈറോബിക് റെസ്പിറേഷൻ നടന്നിട്ട് അവിടെ ഉണ്ടാകുന്ന എന്താണ്? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അസിഡിറ്റി കൂടുകയും മസിൽ കൺട്രാക്ഷൻ സഹായിക്കുന്ന ഒരുപാട് എൻസൈമുകളെ അത് സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് മസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ഷൻ നിർത്തിക്കും അല്ലേ. എനിക്ക് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം കൺട്രാക്ട് ചെയ്യാൻ എന്ത് വേണം? എൻസൈംസ് വേണം. അപ്പോൾ എൻസൈംസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മസിൽ കൺട്രാക്ഷൻ അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് മസിൽ ഫാറ്റിക്. അപ്പോൾ നമുക്ക് മസിൽ ഫാറ്റിക് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം? റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസിൽ ഫാറ്റിക് കുറയ്ക്കാൻ പറ്റും, ലാക്റ്റിക് ആസിഡ് ഡിസ്പെൽ ചെയ്യും, നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി എല്ലാ മൂവ്മെൻറ്റുകളും മസിലോട്ട് മാത്രമാണുള്ളത്, മസിൽ മാത്രമാണ് നമ്മുടെ മൂവ്മെൻറ്റ് സഹായിക്കുന്നത്. അതിന് വേറൊരാളുടെ പങ്കും കൂടി ഇല്ലേ? ആരാണത്? അതെ, ബോൺസ്. അപ്പോൾ എലോങ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ബോൺ വിത്ത് മസിൽസ്, രണ്ടുപേരുടെയും കൂടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് മസിലിൻ്റെയും ബോണിൻ്റെയും രണ്ട് കൂട്ടരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മസിൽസിനെ കുറിച്ച് പഠിച്ചു, ഇനി പഠിക്കാനുള്ള ബോൺസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് എന്ത് നോക്കാം? ബോണിൻ്റെ മൂവ്മെൻറ്റ്സും ടൈപ്സ് ഓഫ് ബോൺസും നോക്കാം. ഓക്കെ, താങ്ക് യു.